നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ബോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് സൈഡെല്ലാം മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീസ്, ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിയില കുത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഒറിഗാനോ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ. ഇനി ഈ ഉരുളക്കിഴങ്ങിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് മല്ലിയില, ചില്ലി ഫ്ലേക്സ്, ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ ഗ്രീൻ ചില്ലി 2 എണ്ണം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് 1 ടീസ്പൂണ്. അത് കൂടി പോകണ്ട കേട്ടോ, 1 ടീസ്പൂണ് മതി, അധികം എടുക്കണ്ട. പിന്നെ ഒറിഗാനോ എടുത്തിട്ടുണ്ട്, അതൊരു 1/2 ടീസ്പൂണോളം വേണം. ഇതിട്ടാൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് കുറച്ച്, ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കോൺഫ്ലവർ. പക്ഷേ ഇന്ന് കുറച്ച് ഒരു ടീസ്പൂണോളം കുറച്ച് ഇതിലിട്ടാൽ മതി. ഇനി നമുക്ക് ഈടെ എടുത്ത് വെച്ച 2-3 പീസ് ബ്രെഡും എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇത് പിച്ചി ചീക്കി ഇട്ടാൽ മതി. നന്നായിട്ട് മിക്സ് ആക്കണം. വേണമെങ്കിൽ മാത്രം ബാക്കി ഞാൻ 5 പീസുകൂടെ എടുത്ത് വെച്ചിനേനും ബ്രെഡ്. പക്ഷേ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആ കുഴച്ച് ആ ഒരു മാവ് ശരിയായിട്ട് കിട്ടിയതാണെങ്കിൽ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുഴക്കുക. അപ്പോൾ നമ്മൾ ഈ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോൺഫ്ലവറും മൈദയും കൂടി മിക്സ് ആക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും 2 ടേബിൾ സ്പൂൺ മൈദയും, അതും കൂടി നമുക്ക് ഒരു ചെറിയ ലൂസ് നമ്മൾ ദോശമാവിൻ്റെ എല്ലാം പരുവത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി വെക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതും കൂടി ഇട്ടിട്ട് മിക്സാക്കി വെക്കാം. ഇനി ഇതിൽ നമ്മൾ മുക്കിയിട്ടാണ് ഇതിൽ ആ ഉരുളയാക്കി വെച്ച് നമ്മൾ ആ ബോൾസ് എല്ലാം കൂടി ഇതിൽ മുക്കും. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതൊരു ലൂസ് മതി, അധികം ടൈറ്റ് വേണ്ട. ലൂസായിട്ടുള്ള പരുവത്തിൽ മിക്സ് ആക്കണം നമ്മൾ. ഈ ചീസ് ബോൾ എൻ്റെ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. അവർക്ക് ചീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല ടേസ്റ്റാണിത്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇടില്ലേ, ഇത് ഇങ്ങനെ മതി, അധികം ലൂസും വേണ്ട അധികം ടൈറ്റും വേണ്ട. നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുട്ടിയെടുക്കാം. നമ്മൾ മിക്സാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മാവിനെ കൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കാം. അത് ചെറിയൊരു വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ട് വെക്കാം. 2 കൈ തന്നെ എടുത്തിട്ട് ഇതെങ്ങനെ ഉരുട്ടി വെച്ചാൽ മതി. ഇല്ലേ, എണ്ണയൊന്നും തൊടേണ്ട ആവശ്യമില്ല, നല്ലോണം കിട്ടുന്നുണ്ട്. ഇത് നല്ല മാവ് കറക്റ്റ് ഭാഗത്ത് തന്നെയുള്ളത്.
നല്ല ഉരുളകളാക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ എല്ലാ ബോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസും എടുത്തിട്ട് ചീസ് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഓരോരോ ചീസായിട്ട് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും അത് ബോളാക്കിയിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക. വേണ്ടില്ല ഇങ്ങനെ നന്നായി ഉരുളയാക്കി എടുക്കും. വെക്കും. ഇനി അടുത്തതൊന്നും കൂടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ഉരുളകളും ചീസ് ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളയെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നമുക്ക് ആദ്യം തന്നെ കോൺഫ്ലോറിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പ് വെച്ചിട്ട് പാത്രം വെച്ചൊന്ന് എണ്ണ ചൂടാക്കിയെടുക്കാം. പാത്രം ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ വയ്ക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഓരോരോ ഉരുളയായിട്ട് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാവുന്ന ആദ്യം കോൺഫ്ലവറിലൊന്ന് മുക്കി അതിന് ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്യാം. നമ്മൾ എണ്ണയിൽ വെക്കുന്നുണ്ട്. ഇനി അടുത്ത ഉരുളി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ആദ്യം കോൺഫ്ലവറിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഉള്ളിയും നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അധികം സ്ലോലി വേണം. നമ്മൾ അധികം തീ ഇതാക്കണ്ട. സ്ലോലൊന്ന് പിന്നെ നമ്മളിതിലുള്ളതെല്ലാം ഉരുളക്കിഴങ്ങെല്ലാം വെന്തുകൊണ്ട് അധികം വേവിക്കാനും ഇല്ല. നമ്മൾ ചീസൊന്നും മെൽറ്റാവേണ്ട സമയമേ ഉള്ളൂ നമുക്ക്. അപ്പം തന്നെ നമ്മളെ ബോൾ റെഡിയാവും. ചെറിയൊരു കളർ മാറി വരുന്നുണ്ട്. ഈ സൈഡും കൂടി ഒന്നായാലും നമ്മളെ ചീസ് ബോളോട് റെഡിയാവും. അടിഞ്ഞ നമ്മൾ ചീസ് ബോളോട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചീസ് ബോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളിൽ ഇതാ നമ്മൾ നല്ല ചീസെല്ലാം കണ്ടില്ലേ, ഇതാ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇത് നല്ലോണം ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നല്ല വലിയ ആൾക്കും നല്ല ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.